അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ചതിച്ചോ? അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ, വിശേഷിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ട്രംപ് കാലുവാരി എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, 2 ദിവസം മുമ്പ് അമേരിക്കൻ കോൺഗ്രസ്സിൽ ട്രംപിന്റെ ഒരു പ്രസംഗം ഉണ്ടായി. ഈ പ്രസംഗത്തിൽ ട്രംപ് ഇന്ത്യയെ വിമർശിക്കുന്നുണ്ട്. ഇന്ത്യയെ മാത്രമല്ല, ഇന്ത്യ താരിഫ് 100% മുകളിൽ താരിഫ് ഈ നമ്മുടെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ ചുമത്തുന്നുണ്ട്. അതേപോലെ തന്നെ ചൈന ഇരട്ടി താരിഫ് ചുമത്തുന്നുണ്ട്. സൗത്ത് കൊറിയ നമ്മുടെ സഹായത്തോടെയാണ് അവർ നിലനിൽക്കുന്നത്, അവർക്ക് നമ്മളാണ് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് 4 ഇരട്ടിയാണ് സൗത്ത് കൊറിയ നികുതി അല്ലെങ്കിൽ താരിഫ് ചുമത്തുന്നത്. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബ്രസീൽ, കാനഡ, മെക്സിക്കോ ഒക്കെ തന്നെ ഇതുപോലെ നമ്മുടെ മാർക്കറ്റിനെ മിസ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ മാർക്കറ്റിലേക്ക് അവരുടെ പ്രോഡക്റ്റുകൾ അവർ ആവശ്യം പോലെ കയറ്റുമതി ചെയ്യുന്നു. നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് അവർ നികുതി ചുമത്തുന്നു. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ ഇനി കഴിയില്ല. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് നികുതി ചുമത്തിയാൽ നമ്മൾ അങ്ങോട്ടും നികുതി ചുമത്തും എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ഇത് ആദ്യമായിട്ടല്ല പറഞ്ഞത്. ട്രംപ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ പ്രചാരണ സമയത്തും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഒരു കാലത്തും ഇന്ത്യയോട് സ്നേഹം നടിച്ചു നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് അങ്ങനെ മാറ്റി പറഞ്ഞ് ചതിച്ചതൊന്നുമല്ല. ട്രംപ് ഇലക്ഷൻ പ്രചാരണത്തിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ, മോദി സുഹൃത്താണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ താരിഫ് ചുമത്തുന്നത് ശരിയല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്ത്യ ഒരു അബ്യൂസർ ആണെന്ന് വരെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇത് ചർച്ചയാവുന്നതിന്റെ കാരണം പാകിസ്ഥാനെ ട്രംപ് പുകഴ്ത്തിയതാണ്. പക്ഷേ ഇത് രണ്ടും 2 സാഹചര്യത്തിൽ നടന്നതാണ്. ഇന്ത്യയും സൗത്ത് കൊറിയയും ചൈനയും കാനഡയും മെക്സിക്കോയും ഒക്കെ ട്രംപ് കുറ്റം പറഞ്ഞത് താരിഫിന്റെ കാര്യത്തിലാണ്. പാകിസ്ഥാനെ പുകഴ്ത്തിയത് കഴിഞ്ഞ 2021 നടന്ന കാബൂളിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിൽ അതിന്റെ സൂത്രധാരനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തീവ്രവാദിയെ പിടിച്ച് അമേരിക്കയ്ക്ക് കൈമാറിയതുകൊണ്ടാണ്. ഇയാൾ കാരണം 200-ലധികം പേരന്ന് കൊല്ലപ്പെടുകയും അതിൽ 13 പട്ടാളക്കാർ, അമേരിക്കൻ പട്ടാളക്കാരും പിന്നെ അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വലിയൊരു ഭീകരാക്രമണം നടത്തിയ ഒരു ഭീകരവാദിയെ പാകിസ്ഥാൻ പിടികൂടുകയും അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു നന്ദിയായിട്ടാണ് പാകിസ്ഥാനോട് അദ്ദേഹം നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അപ്പോൾ ഇതാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പാകിസ്ഥാനോട് അമേരിക്കയ്ക്ക് ഇപ്പോൾ, അല്ലെങ്കിൽ ട്രംപിനൊരു ചെറിയൊരു അടുപ്പം തോന്നുന്നു. ഇന്ത്യയെ ട്രംപ് നൈസിനെ തേച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ സംസാരിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ പാകിസ്ഥാൻ ഒരു $397 മില്യൺ ട്രംപ് അനുവദിച്ചു. ഈ തുകയെന്ന് പറയുന്നത് അവരുടെ F-16 പ്രോഗ്രാമിന്, അതായത് കട്ടപ്പുറത്ത് കിടക്കുന്ന F-16 റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അമേരിക്കൻ എയർക്രാഫ്റ്റുകളായിട്ടുള്ള F-16 കുറെ കാലമായിട്ട് കട്ടപ്പുറത്ത് കിടക്കുകയാണ്. സോ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടാണ് 397 മില്യൺ കൊടുത്തത്. കൂടാതെ ഇന്ത്യക്കെതിരെ ഇത് ഉപയോഗിക്കില്ല എന്നും മോണിറ്റർ ചെയ്യുമെന്ന് ഉറപ്പ് അമേരിക്ക ഇന്ത്യക്ക് കൊടുത്തിട്ടുമുണ്ട്. പാകിസ്ഥാൻ ഈ തുക മിസ്യൂസ് ചെയ്യില്ല എന്ന് തങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് നിരീക്ഷിക്കാൻ ചിലരെ അമേരിക്ക ചുമതലപ്പെടുത്തിയിട്ടുമൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. പക്ഷേ ഈ കൊടുത്ത തുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തുക അനുവദിക്കാൻ കാരണം ചിലപ്പോൾ ഈ ഭീകരവാദിയെ പിടിച്ചു തരാമെന്ന് പാകിസ്ഥാൻ അമേരിക്കയോട് ഒരു ഓഫർ കൊടുത്തത് കൊണ്ടായിരിക്കാം. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ ട്രംപ് ഇത് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനുമായിട്ട് ട്രംപിന് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ബലാക്കോട്ട് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ ചൂടേറിയ യുദ്ധസമാനമായൊരു സാഹചര്യം ഉണ്ടാവുന്നു. ആ സമയത്ത് ഇടപെടാമെന്ന് പറഞ്ഞ് അന്ന് ട്രംപ് വിളിച്ചപ്പോൾ മോദി പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, ഞാനത് ചെയ്യും, വേണ്ടി വന്നാൽ എന്തും ഞാൻ ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ ട്രംപിനോട് അന്ന് നമ്മുടെ മോദി പറഞ്ഞതായിട്ടാണ് പിന്നീട് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കാലവും അമേരിക്ക പാകിസ്ഥാനുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ട്രംപ് ഭരിച്ചാലും ബൈഡൻ ഭരിച്ചാലും പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആണ്. അവിടുത്തെ പൊളിറ്റീഷ്യൻസ് മാറും, പക്ഷേ മിലിറ്ററി എന്ന് പറയുന്നത് അമേരിക്കയുടെ അണ്ടറിലുള്ള ഒരു മിലിറ്ററിയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമൊന്നുമല്ല, അമേരിക്കയുടെ അണ്ടറിലുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ അവർ ചൈനയുമായി സഹകരിക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ആത്യന്തികമായി പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ബോസ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. അവരുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇതെല്ലാം അമേരിക്കയുടെ വെസൽ സ്റ്റേറ്റ് ആണ്. സൗത്ത് കൊറിയ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. പാകിസ്ഥാനുമായിട്ട് അതുകൊണ്ട് എല്ലാ പ്രസിഡന്റുമാരും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇറാനുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു ഇമ്പോർട്ടൻസ് അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ വളരെ വലുതാണ്. കാരണം ഇന്ത്യ ഇന്ന് ഫ്രണ്ടാണ്, പക്ഷേ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ്. നാളെ ഇന്നത്തെ ചൈനയെ പോലെ ഒരു എതിരാളി ആയിക്കൂടാന്നില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്.
രണ്ട്, ചൈന ഓൾറെഡി ഒരു എതിരാളിയാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് അടുക്കാതിരിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഒപ്പം ചൈനയുടെ നീക്കങ്ങൾ ചിലപ്പോൾ പാകിസ്ഥാനിലൂടെ ആയിരിക്കും അമേരിക്ക മനസ്സിലാക്കുന്നത്. ഇത് നമുക്കറിയില്ല. ചാരപ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മൂന്നാമത് ഇറാൻ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ്. അപ്പോൾ ഇറാനെ എതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് പാകിസ്ഥാന്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ഇറാനും പാകിസ്ഥാനും തമ്മിൽ കര അതിർത്തിയുണ്ട്. അടുത്തത് അഫ്ഗാനിസ്ഥാൻ. വളരെ കാലം അമേരിക്കയ്ക്ക് ഒരു തലവേദനയായിരുന്നതാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടും പാകിസ്ഥാൻ അതിർത്തി ഉള്ളത് കൊണ്ട് അവരുമായിട്ട് ഒരിക്കലും അമേരിക്ക പിണങ്ങാനൊന്നും പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ടേമിൽ ട്രംപ് ചില സഹായങ്ങളൊക്കെ അവർക്ക് നിർത്തിവെച്ചു. അവർക്ക് കൊടുത്തിരുന്ന ഫണ്ടിങ് ഒക്കെ നിർത്തിവെച്ചു. അത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തുന്നതിന്റെ കൂടി ഭാഗമായിട്ട് ട്രംപ് ചെയ്തതാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വ്യത്യാസം. പക്ഷെ അത് ഫോർമലായിട്ട് കൊടുത്തില്ല എങ്കിലും ആരും അറിയാതെ മറ്റ് വഴികളിലൂടെയൊക്കെ ചിലപ്പോൾ പട്ടാളത്തിന് ആവശ്യമായ ഫണ്ടിങ് US ചെയ്തിട്ടുണ്ടാകണം. അമേരിക്കയാണ് പാകിസ്ഥാനെ സത്യത്തിൽ നിലനിർത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്താണ് ട്രംപിന്റെ യഥാർത്ഥ പ്രശ്നം? ട്രംപിന്റെ പ്രശ്നം എന്ന് പറയുന്നതിലുപരിയായിട്ട് മസ്കിന്റെ പ്രശ്നം എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ പറയേണ്ടത്. ഈ താരിഫ് ഒരു പ്രധാന വിഷയമായിട്ട് ഉയർത്തി കാണിക്കുന്നത് ട്രംപ് അല്ല, ഇലോൺ മസ്ക് ആണ്. മസ്കിനെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, മസ്കിന് ടെസ്ല കൊണ്ടുവരണം, മസ്കിന് ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ മസ്കിന്റെ പരിഗണനയിലുണ്ട്. ഇതെല്ലാം ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ രാജ്യങ്ങളിലെ താരിഫാണ്. അപ്പോൾ സത്യത്തിൽ ട്രംപ് സംസാരിക്കുന്നത് മസ്കിന്റെ വാഗൊണ്ടാണ്, അല്ലെങ്കിൽ മസ്കിന് വേണ്ടിയാണ് എപ്പോഴും ട്രംപ് സംസാരിക്കുന്നത്. വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമന്റ്സ്, പ്രത്യേകിച്ച് അമേരിക്കക്കാർക്കിടയിൽ, ഡെമോക്രാറ്റുകൾക്കിടയിൽ ഒരുപാട് കമന്റ്സ് പ്രചരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ട്രംപിന്റെ തലയിൽ ഇലോൺ മസ്ക് എന്തോ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് വലിയ വിധേയത്വം ഇപ്പൊ മസ്കിനോട് കാണിക്കുന്നത്. അത്രയും ഇപ്പൊ നമ്മൾ കണ്ടതാണ്. എല്ലാ ഉദ്യോഗസ്ഥരെയും ഇരുത്തിക്കൊണ്ട് തന്നെ ട്രംപ് പറയുന്നുണ്ട്, ആർക്കെങ്കിലും മസ്കിന്റെ പ്രവർത്തനങ്ങളിൽ വിരോധം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വേണമെങ്കിൽ പുറത്താക്കാമെന്ന്. അപ്പോൾ അത്രയും മസ്കിന് പ്രാധാന്യമുണ്ട്. അമേരിക്കയിൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെന്ന് ചോദിച്ചാൽ മസ്കാണ്. വൈസ് പ്രസിഡന്റോ സ്റ്റേറ്റ് സെക്രട്ടറിയോ ഒന്നുമല്ല. അപ്പം അത്രയും വലിയ പ്രാധാന്യം മസ്കിന് ഇന്ന് US അതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആള്, പുള്ളി ശരിക്കും ട്രംപിന്റെ തലയിൽ ഏതോ ഒരു ചിപ്പ് വെച്ചിട്ട് ട്രംപിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് എന്ന്. കാരണം ന്യൂറാലിങ്കിന്റെയും മുതലാളിയാണല്ലോ മസ്ക്. സംഗതി വെറുതെ പറയുന്നതൊക്കെ ആയിരിക്കാം, പക്ഷെ എങ്കിലും മസ്കിന് വേണ്ടി താൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു വിധേയത്വമാണ് ട്രംപ് മസ്കിനോട് കാണിക്കുന്നത് എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. മസ്ക് ആണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ ഏറെ സഹായിച്ചത്, സാമ്പത്തികമായി ഉൾപ്പെടെ. ട്രംപിനെ നിരോധിച്ച ട്വിറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെ മസ്ക് വാങ്ങിയിട്ട് ആ പ്ലാറ്റ്ഫോമിന്റെ പേര് പോലും മാറ്റിക്കളഞ്ഞു. അത്രയ്ക്കും ട്രംപിന് വേണ്ടിയിട്ട് മസ്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്കിന് വേണ്ടി ട്രംപ് ഏതറ്റം വരെയും പോകും. അപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടാലും ഇന്ത്യ അവർ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇളവുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതിനായിട്ട് കൊടുക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു ദേഷ്യം ട്രംപിന് ഇന്ത്യയോടുണ്ട്. ഇനി മസ്കിനെ സംബന്ധിച്ചിടത്തോളം മസ്ക് ആണെങ്കിൽ പാകിസ്ഥാനിലേക്ക് സ്റ്റാർലിങ്ക് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ബംഗ്ലാദേശിൽ കൊണ്ടുവരണം എന്നുണ്ട്, അപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ തുക്കട രാജ്യങ്ങളായതുകൊണ്ട് അവർ സമ്മതിക്കും. പക്ഷെ ഇന്ത്യക്ക് സ്വയം സ്റ്റാർലിങ്ക് പോലുള്ള ഒരു ഫെസിലിറ്റി കൊണ്ടുവരാനുള്ള ശേഷിയുള്ള രാജ്യമാണ്. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റ് അങ്ങ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഇവിടെയുള്ള പ്ലേയേഴ്സ് അതിനുവേണ്ടി ശ്രമിക്കാം. അത് ചിലപ്പോൾ റിലയൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഇസ്രോ നേരിട്ടായിരിക്കാം, വേറൊരു സബ്സിഡറി കമ്പനി ആയിരിക്കാം, ഒരു പ്രൈവറ്റ് പ്ലെയർ ആയിരിക്കാം. ഇന്ത്യയും സ്റ്റാർലിങ്ക് മോഡലിലുള്ള നെറ്റ്വർക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യും. മറ്റൊരു കാര്യം, ഇന്ത്യ ഓൾറെഡി ലോകത്ത് തന്നെ ഏറ്റവും ചിലവ് കുറച്ച് ഇന്റർനെറ്റ് കൊടുക്കുന്ന രാജ്യമാണ്. അപ്പോൾ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിപണി ഇലോൺ മസ്കിന് കിട്ടുന്നില്ല. ഈ വിപണി കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ചെയ്തുകൊണ്ടുള്ള ചില തന്ത്രങ്ങളാണ് ഇവർ പയറ്റി നോക്കുന്നത്. പക്ഷെ മോദി അതിനൊന്നും വഴങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളതിലെ നീരസം എപ്പോഴും ഇങ്ങനെ ട്രംപ് പുറത്ത് കാണിക്കുകയാണ്. അതാണ് ഈ താരിഫിന്റെ കാര്യം പറയുമ്പോഴൊക്കെ അദ്ദേഹം ഇന്ത്യയുടെ പേര് ആവർത്തിച്ച് പറയുന്നത്. ട്രംപ് ചതിച്ചോ എന്ന് ചോദിച്ചാൽ ചതിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ട്രംപ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഞാൻ എൻ്റെ വീഡിയോകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പം ആര് നിൽക്കുന്നു അവർ നമുക്ക് പ്രിയപ്പെട്ട ആളാണ്. അത് ട്രംപ് ആയാലും ഇസ്രായേൽ ആണെങ്കിലും പുടിൻ ആണെങ്കിലും അല്ലെങ്കിൽ റഷ്യ ആണെങ്കിലും ഏത് രാജ്യമോ ഏത് വ്യക്തിയോ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന് ഫേവറബിൾ ആയിട്ടാണോ നമുക്കും അവരോട് താല്പര്യം കാണും. നമുക്കെതിരായിട്ട് അവർ എന്ന് സംസാരിച്ചു തുടങ്ങുന്നു അന്ന് തൊട്ട് നമ്മുടെ ശത്രുവായിരിക്കും. അത്രയേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ടാണ് ആദ്യം തൊട്ടേ ട്രംപിനോട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആരാധനയോ അടുപ്പമോ സ്നേഹമോ എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് ട്രംപിന്റെ ഫാൻസ് കൂടെ വന്നിടന്ന് ഭയങ്കരമായിട്ട് ട്രംപിനെ കുറ്റം പറയുമ്പോൾ ഭയങ്കരമായിട്ട് കമന്റുകൾ എഴുതി പ്രതിഷേധിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ പോലും ഇന്ന് തിരിച്ചറിയുന്നുണ്ട്, ഏതൊരു ഭരണാധികാരിയും ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ട്രംപിനെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തത് നമ്മൾ ഇന്ത്യക്കാരല്ല, അമേരിക്കക്കാരാണ്. ട്രംപിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ജനതയോടാണ്. അയാൾ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ.
അവിടെ ഇന്ത്യ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാം അയാൾക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഒരു പരിഗണനയിൽ മാത്രമേ വരൂ. പ്രയോറിറ്റി എന്ന് പറയുന്നത് അയാളുടെ പൊളിറ്റിക്കൽ കരിയർ, അയാളുടെ പാർട്ടിയുടെ ഭാവി, അയാളുടെ രാജ്യത്തിൻ്റെ ഭാവി, ജനങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ സൗഹൃദമാകാം. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം വിട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് യൂറോപ്പും അമേരിക്കയും എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷനിലായിരുന്നു. യൂറോപ്പിനെ അമേരിക്ക തള്ളിപ്പറഞ്ഞില്ലേ, ഫ്രാൻസിനെ തള്ളിപ്പറഞ്ഞു, നാറ്റോ മെമ്പേഴ്സിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞു. അതിലുപരിയായിട്ട് G7 രാജ്യങ്ങളെ തള്ളിപ്പറഞ്ഞു. ഏറ്റവും പ്രധാനം അതാണ്. G7 രാജ്യങ്ങളെ പോലും തള്ളിപ്പറയാൻ മടിയില്ലാത്ത, സൗത്ത് കൊറിയയെ പോലും തള്ളിപ്പറയാൻ മടിയില്ലാത്ത, അമേരിക്കയുടെ വസൽ സ്റ്റേറ്റ് ആണ്, അതിനെപ്പോലും തള്ളിപ്പറയാൻ മടിയില്ലാത്ത ട്രംപ് ഇന്ത്യയെ കുറ്റം പറയുന്നതിൽ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ കുറേ ഗുണങ്ങളും കുറേ ദോഷങ്ങളും നമുക്കുണ്ടാവും. ഇത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ദോഷങ്ങളിൽ ചിലതൊക്കെയാണ് ട്രംപിൻ്റെ ഇത്തരം പെരുമാറ്റങ്ങൾ. ഗുണങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സിൽ US ഇടപെടുന്നത് താരതമ്യേന കുറയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എന്തായാലും ട്രംപ് ചതിച്ചു എന്ന് പറയുന്നതിലുപരിയായിട്ട് ട്രംപ് നമുക്ക് ഒരേ സമയത്ത് ട്രംപുമായിട്ടൊരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.